മരണത്തിന്റെ വക്കോളമെത്തിയ വ്യക്തികൾ, പിരിയാൻ തുടങ്ങുന്ന ദാമ്പത്യ ബന്ധങ്ങൾ, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ പരാജിതരെന്നു മുദ്ര കുത്തപ്പെട്ടവർ, രക്ഷിതാക്കളുടെ പിടിയിൽ നിന്ന് തെന്നി മാറുന്ന കൗമാരക്കാർ. ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ മനസ്സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷമില്ലാതെ ജീവിക്കുന്നുണ്ട്. ഇത്തരം വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തിന് പ്രൊഫഷണൽ കൗൺസിലിംഗ് അത്യാവശ്യമാണ്. വർഷങ്ങളുടെ പരിചയസമ്പന്നതയുള്ള പ്രഗത്ഭരായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, തെറാപ്പിസ്റ്റുകൾ എന്നിവരുടെ സേവനം കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രവർത്തിക്കുന്ന ബെസ്റ്റ് ലൈഫ് കൗൺസിലിംഗ് സെന്ററിൽ ലഭ്യമാണ്. ഞങ്ങളുടെ സേവനങ്ങൾ ഫാമിലി കൗൺസിലിംഗ്, സ്റ്റുഡന്റ് കൗൺസിലിംഗ്, കപ്പിൾ കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗ്, ബിഹേവിയറൽ തെറാപ്പി, ലേണിംഗ് ഡിസബിലിറ്റി റെമഡിയേഷൻ, IQ അസസ്മെന്റ്. കോഴിക്കോട് ജില്ലയിൽ മാനസിക ആരോഗ്യത്തിന് മാത്രമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സൗകര്യത്തോടുകൂടി 100% സ്വകാര്യത ഉറപ്പു നൽകുന്ന ഗവൺമെന്റ് അംഗീകൃത കൗൺസിലിംഗ് സെന്ററിലെ സേവനങ്ങൾക്ക് വിളിക്കാം 95 26 0 66 656. ചേച്ചി, എന്താ അപ്പു? ടീച്ചറെ പറ്റിയൊരു ലേഖനം വന്നിട്ടുണ്ട്, അത് തരാമെന്താ? നന്നായി മോനെ. എന്നാ ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിച്ചേ. ടീച്ചറമ്മ പോയിന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട. എന്താവശ്യത്തിന് ചേച്ചി ഉണ്ടാവും കൂടെ. എന്നാ ശരി ചേച്ചി, എന്നാ ഞാൻ പോട്ടെ. ശരി. പത്മേ, പത്മേ, താനിതെവിടെയാണോ? എത്ര നേരായി വിളിക്കുന്നത്? ഒരു ചായ തരൂന്ന്. രാവിലെ ആയ ഈ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ, ചായ ചായ. ഇത് മൂന്നാമത്തെയാ. തന്നോടൊരു ചായ ചോദിക്കുക, അത് വാങ്ങിച്ചു കുടിക്കുക, അതൊക്കെ ഒരു സുഖമുള്ള ഏർപ്പാടാ. ഇങ്ങോട്ടൊരു ചായ കിട്ടിയാലും സുഖത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. താനിവിടെ ഇരിക്കടോ. വാന്നേ, ഇരി, വാ. എന്തൊരു കഷ്ട. രാവിലെ തുടങ്ങും ശൃംഗാരം. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലിയുള്ളതാ. അച്ഛാ, അച്ഛാ, ഇതാ അച്ഛാ ചായ. അച്ഛാ, അമ്മ പോയി, നമ്മളത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ചായ കുടിക്ക. എന്താ അച്ഛാ കുട്ടികളെ പോലെ? എടാ, ജോൾസിന്റെ ഫീസ് എത്രയാണെന്നറിയോ? അയാൾക്കൊക്കെ വലിയ ഫീസാടോ. 250 അല്ലേ? 250. നമ്മൾ രണ്ടാളും കയറിയിട്ടോ ഒരു 500 കൊടുക്കേണ്ടി വരും. എൻ്റെ അടുത്തുള്ളാണെങ്കിൽ 500 ആണ് അതിന്. ഓ, എന്നാൽ 500 പോയത് തന്നെ. ബാക്കി കിട്ടോ? ആ, എവിടുന്നില്ലേ? ഇയാളുടെ കയ്യിൽ നിന്നോ? മോളെത്ര ഫീസ് കൊടുക്കണ്? എത്ര കൊടുക്കണ്ടേന്ന് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി 500 കൊടുക്കണേ. മോളൊരു 250 കൊടുത്തു. അത്ര മതിയല്ലേ? എവിടുന്നാ വരണേ? കുറച്ച് ദൂരം, വയനാട്ടിന്ന്. വയനാട്ടിന്നോ? ഈ ജോൽസിനെ പറ്റി കേട്ടിട്ട് വന്നതായിരിക്കില്ലേ? കേട്ടിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള വഴിപാടുകളൊക്കെ കൃത്യമായി ചെയ്തോളൂ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. വേറെ വല്ലതും ചെയ്യേണ്ടതായിട്ടുണ്ടോ തിരുമേനി? ആദ്യം ഇത് ചെയ്യൂ, എന്നിട്ട് വരൂ. ശരി, അപ്പൊ നോക്കാം. ഓഹോ, ഓ, എന്താ മോളെ? ഇത് നോക്കച്ചാ.
ഇത് മേലേക്കാവിലെ പൂരം കൊടിയേറിയതല്ലേ? ദേ അച്ഛാ, അമ്മ തൂക്കച്ച. അമ്മയോ? അമ്മ മരിച്ചിട്ട് 1 മാസമായി. ഇത് ഇന്നത്തെ പത്ര. ഇതിലെങ്ങനെയാ അച്ഛാ അമ്മ? അമ്മയോ? അതെ അച്ഛാ. മോളെന്നാ പോകുന്നത്? ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി. മാഷേ, ആ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കോ. ഇത് തമാശകളിയല്ല. നമുക്കൊരു ജോത്സ്യനെ കാണാം. ജോത്സ്യനോ? അതൊന്നും ശരിയാവില്ല മാഷെ. ഒന്നാമത് എനിക്ക് ഒരു വിശ്വാസമല്ല. തുറന്നു പറയാലോ. ഞാൻ പോയതാ. നമ്മുടെ രാമകൃഷ്ണൻ പണിക്കര് പറഞ്ഞാൽ അച്ചട്ടാ. ആരും അറിയില്ല. പോവാം. സദ്ഗുരുഭ്യോ നമഃ. പറയുന്നതിലൊന്നും തോന്നരുത്. കിട്ടിയ രാശി ശുഭകരമല്ല. ഭാര്യാവിയോഗം കാണുന്നുണ്ടല്ലോ. കൂടാണ്ട് കഴിയില്ല. നദികുലം യഥാവൃക്ഷോ വൃക്ഷം വാ ശകുനിർയത തഥാ ത്വജ്ജനിതം ദേഹം തടോത് ഗൃഹാത് വിമുച്ചതേ എന്നാണ് പ്രമാണം. പുഴക്കരയിലെ മരം നദീജല പ്രവാഹം കൊണ്ട് കടപൊഴുകി വീഴുന്നത് പോലെ, പക്ഷികൾ യഥേഷ്ടം മരങ്ങൾ വെടിയുന്നത് പോലെ സംസാരത്തിൽ നിന്നും ജീവൻ മുക്തനായിത്തീരുന്നു. അസ്ഥികളാകുന്ന തൂണില് ഞരമ്പുകളാകുന്ന കയറുകൊണ്ട് ബന്ധിച്ച് മാംസം രക്തം കൊണ്ട് തേച്ചു മിനുക്കിയതും ജരാനരകൾ ബാധിക്കുന്ന ശരീരത്തിൽ നിന്നും ജീവന് മുക്തി നേടിയേ തീരൂ. ഗരുഡ പുരാണം പറയുന്നു, 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ യമകിങ്കരന്മാര് ജീവനെ മരണ വീട്ടിൽ തിരിച്ചെത്തിക്കുന്നു. സംസ്കാരം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് സ്വശരീരത്തിൽ കയറാൻ പരിശ്രമിക്കുന്നു. കഴിയാതെ വരുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ തൊടാനും സംസാരിക്കാനും ശ്രമിക്കും. അതിനും കഴിയാതെ വരുമ്പോഴാണ് വീടിന് ചുറ്റും അലറിക്കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ പിണ്ടസമർപ്പണത്തിലൂടെ, കർമ്മങ്ങളിലൂടെ അതിന് ശരീരം ലഭിച്ച് പ്രേതയോനിയിൽ നിന്നും പിതൃലോകത്തേക്ക് യാത്രയാവുന്നു. നിർഭാഗ്യവശാല് അതിവിടെ ഉണ്ടായിട്ടില്ല. അലഞ്ഞു നടക്കുക, എവിടെയും പോയിട്ടില്ല. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മാഷേ, കർമ്മങ്ങൾ ചെയ്യണം. ആ ആത്മാവിന് ശാന്തി നൽകണം. നമ്മുടെ മേപ്പാടം തിരുമേനിയെ കണ്ട് കാൽ കഴിച്ചൂട്ട്, അന്നദാനം, പശുദാനം നടത്തണം. പിന്നെ സ്വർണ്ണ പ്രതിമയിലൊരു ആവാഹനം. ഇത്തിരി ദമ്പടി ചെലവുള്ള കാര്യമാണ്. തിരുമേനി പറഞ്ഞോളൂ. എൻ്റെ പത്മക്ക് മോക്ഷം കിട്ടണം. എത്രയാച്ചാ പറഞ്ഞോളൂ. 2 ലക്ഷം. ശരി. മോളെ, അച്ഛന് ഇത്തിരി എരിവുള്ളതാട്ടോ ഇഷ്ടം.
ഹരിയേട്ടാ മതി. ആ എന്താ കഥ? എന്തുപറ്റി? ഓക്കെ, ഞാൻ നോക്കിയിട്ട് വരാം. ശരി. ആ ഞാൻ എന്നാ പിന്നെ വിളിക്കട്ടോ. ആ മാഷേ. ആ അനന്തു. അനന്തു ഹേ നേരത്തെ പാടാ. ഹായ്. കവിത വാ മോള് പാടി. സാർ, ആ നിങ്ങൾ നടന്നോളൂ. സാർ ടീച്ചർ മരിച്ചു. ടീച്ചറെ പരിചയമുണ്ടോ? ആ പരിചയമുണ്ട്. കോളേജിൽ എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പേരെന്താ? സമീർ. സമീർ അകത്തേക്ക് ഇല്ല വരും. സാർ, ഇപ്പം സമയമില്ല, പിന്നെ വരാം. എന്നാ പിന്നെ വരൂ, ആയിക്കോട്ടെ. കാണാം. ശരി സാർ. ഞാൻ പറഞ്ഞല്ലോ സാർ, എനിക്ക് ആത്മാവിലോ ദൈവം എന്ന് പേരിട്ട് വിളിക്കുന്ന ആകാശമാമിലോ ഒരു വിശ്വാസമില്ല. ഈ ജ്യോതിഷിക ശുദ്ധ തട്ടിപ്പ. അങ്ങനെയല്ല അനന്തു, അതൊരു ശാസ്ത്രമല്ലേ? ശാസിക്കപ്പെടുന്നത് ശാസ്ത്രം എന്നർത്ഥത്തിൽ അങ്ങനെ പറയാം, ഗൗളിശാസ്ത്രം പോലെ. അല്ലാതെ സയൻസ് ആയിരിക്കും പുലബന്ധം പോലുമില്ല. സാർ, അതിനവൻ രവിചന്ദ്രൻ സാറിന്റെ ആളാ. എത്തിസം ഈസമൊന്നുമല്ല സാർ, മനുഷ്യ ചിന്തിക്കുന്ന പോലെ യുക്തിപരമായി ചിന്തിക്കണമെന്നേ ഉള്ളൂ. ഈ ആത്മാവിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടും. അത് ശരിയാ. എൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം അച്ഛൻ്റെ ജാതകവുമായിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി. അന്ന് ലേശം കാറ്റും മഴയുള്ള ദിവസമായിരുന്നു. വിളക്ക് കൊളുത്ത് വെച്ച് ജാതകം തുറന്നപ്പോൾ പെട്ടെന്ന് വിളക്ക് കെട്ടു. പിന്നെ കാറ്റുള്ളപ്പോൾ വിളക്ക് കെടാതെ കത്തു സാർ. നിർത്താനെന്തോ, അവൻ പറയട്ടെ. വിളക്ക് കേട്ടത് അപശകരമാണെന്ന് പറഞ്ഞ് ജ്യോത്സ്യൻ ജാതകം തിരിച്ചു വന്നു. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ജ്യോത്സ്യൻ ജാതകം വീണ്ടും നോക്കി. ഞാൻ പഠിച്ച ശാസ്ത്രപ്രകാരം ആ ജാതകത്തിന്റെ ഉടമസ്ഥന് ഞായറാഴ്ച വരെ ആയുസുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ പിറ്റേ ദിവസം മുതൽക്ക് അച്ഛൻ്റെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെട്ടു. ശനിയാഴ്ച ആകുമ്പോഴേക്കും അച്ഛൻ്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. പക്ഷെ ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും സ്ഥിതി വളരെ വഷളായി. ഏതാണ്ട് ഒരു 10-10:30 ആയപ്പോഴേക്കും അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അതൊരു കോയിൻസിഡൻസ് മാത്രമാണ്. അയാളൊന്ന് എറിഞ്ഞു നോക്കി അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല അനന്തു, ചില അനുഭവങ്ങൾ നമ്മളെ വിശ്വസിപ്പിക്കും. ആഴത്തിൽ പഠിക്കാതെ ഒന്നിനെയും വിമർശിക്കരുത്. ഇപ്പം എൻ്റെയും ഉള്ള അനുഭവം കണ്ടില്ലേ? എൻ്റെ സാറേ, നിങ്ങൾ മൂന്നാളും തമ്മിലുള്ള സ്നേഹത്തെപ്പറ്റിയും ടീച്ചർ മരിച്ചപ്പോഴുണ്ടായ ശൂന്യതയെപ്പറ്റിയും നന്നായി മനസ്സിലാക്കിയ അയാൾ ആത്മാവ് നശിച്ചിട്ടില്ല എന്നൊരു സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടുന്നു. അതൊരു ഹാലുസിനേഷനായി വർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. എന്റെ അനന്തു ഒന്ന് നിർത്ത്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനാണോ അതോ പരിഹരിക്കാനാണോ വന്നത്? ഓക്കെ സോറി. നീ എനിക്ക് 2 ദിവസം സമയത്താ ഇതിന് പരിഹാരം കണ്ടിട്ടേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. പിന്നെ സാറേ, 2 ദിവസത്തേക്ക് ആ പണിക്കാരുടെ വഴിക്ക് പോയേക്കരുത്. തീർച്ചയായും. ഓക്കെ ശരദേവാ. ശരി. ഓക്കേടോ. ശരി. ശരി ശരി സാർ. എന്തോന്നാണ് നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? എടാ, എനിക്കിതൊക്കെ അവിടെ ആലോചിച്ച് തലയിൽ വണ്ട് പോണത്. എന്നാ ആളിയാ അതിനെ ഒന്ന് തുറന്നു വിട്, ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. അളിയാ, ഈ ഫോട്ടോ വന്നത് കേരളഭൂമി പത്രത്തിലല്ലേ? അതെ. അതിന്റെ ഫോട്ടോഗ്രാഫർ ഇവന്റെ ഫ്രണ്ട് അല്ലേ? ആര്? അനീഷോ? അനീഷ് നമ്മുടെ ശംഖ് ഫ്രണ്ട് അല്ലേ? എന്നാ എടുത്ത് വിളിക്കടാ. അളിയാ, ഞാനടാ. എവിടെയുള്ളത്? റൂമിലാണോ? ഒരു ചെറിയ പ്രശ്നമുണ്ടടാ. പിന്നെ ഒന്ന് കാണേണ്ടിയിരുന്നു.
ആഹാ. എന്താണ് കാഴ്ചക്കൊലയായിട്ട് 500 അതാ ലിറ്ററോ? ഓക്കെ ഓക്കെ, ശരി 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 ശരി, ഞാൻ കൊണ്ടുവരാം. എടാ അവൻ റൂമിലുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? ആ മൊയ്തീനെ, എന്താ പരിപാടി? നീ വരുന്നുണ്ടോ? ഞാൻ കുറച്ച് തിരക്കില്ല, നിങ്ങൾ പോയിക്കോളി. എന്നാ ഞാൻ പോട്ടെ. അനന്തോ എന്താടാ പ്രശ്നം? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രശ്നമാടാ. ആ അനീഷ്, ഇതെൻ്റെ ഫ്രണ്ട് ആനന്ദു. ഹായ്. ഹായ്. അവര് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പോകുന്നത്. വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അവർ. അച്ഛനമ്മ പ്രൊഫസർമാരായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചുപോയി. അതിൽ അവർ ആകെ വിഷമിച്ചു. അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. അവർ മരിച്ചിട്ട് ഒരു മാസത്തിന് ശേഷം അവർ ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്ന ഫോട്ടോ പത്രത്തിൽ പബ്ലിഷായി. അതൊരു വലിയ വിഷയമായി. അത് അവരുടെ മനസ്സിന് ഭയങ്കര വിഷമായി. ആരുടെ നിർബന്ധപ്രകാരം അവരൊരു ജ്യോത്സ്യനെ കാണാൻ പോവുകയും ചെയ്തു. ഏതാണ് പത്രം? നിന്റെ പത്രം തന്നെ, കേരള ഭൂമി. ഇതാ നോക്ക് വാർത്ത. കേരള ഭൂമിയോ? ഇതാ. സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടിൽ കൊടിയുയർത്തിയ ചിത്രം ഇടാറുണ്ട്. സാധാരണ നമ്മൾ 4-5 കൊല്ലം മുമ്പത്തെ ചിത്രമാണ് ഇടാറുള്ളത്. ഇത് മേലേക്കാവിലെ കൊടിയേറ്റത്തിന്റെ ചിത്രം തന്നെയാണ്. ഈ ഒരു ആംഗിളിൽ നിന്ന് അതിന്റെ ഫോട്ടോ എടുക്കാനും പറ്റുള്ളൂ. പക്ഷെ അന്ന് ഞാൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കൊടിയേറ്റത്തിന്. അപ്പോൾ ഇതെന്തായാലും പുതിയ ന്യൂസിന്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ഫോട്ടോ കൊടുത്ത് അറ്റാച്ച് ചെയ്ത് വന്നതാണ്. അത്രേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല ഇതിൽ. നിനക്കാൻ വെച്ചിട്ടുണ്ടോ? സാർ, വണ്ടി താഴെ വന്നിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ വരാം. ശരി സാർ. ഓക്കെ അനീഷേ, നീ കണ്ടിന്യൂ. ഞങ്ങൾ ഇറങ്ങട്ടെ, ചെറിയ പരിപാടി. ശരി, ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓ, കാണാം. വൈകിട്ട് കാണാം. ശരി ശരി. ഓക്കെ ബ്രോ, ശരി, ശരി. ആയിക്കോട്ടെ. അനന്തു, ആ നിങ്ങളവിടെ ഇരിക്ക്, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ശരി സാർ. പറഞ്ഞാലും നേരത്തെ എത്തിയല്ലോ. ചാർത്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ബാലൻസ് 1 lakh ഉണ്ടല്ലോ. ഓ, ഇവിടുന്ന് വേണ്ട, അകത്ത് ദാവാ. പോന്നോളൂ 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 പോന്നോളൂ. കയറിക്കോളൂ കയറിക്കോളൂ, ആര് കാണണ്ട. ഓ മുരുകാ. ഒരു കോപ്പിലെ ജോത്സ്യൻ. എന്താ സംഭവം? എന്താ സാറേ, ചാർത്ത് കിട്ടിയോ? ശരിക്കും ശരിക്കും ചാർത്തി ഞാൻ അവന്. ഇത് നിങ്ങളുടെ ട്രസ്റ്റിന് ഇരിക്കട്ടെ, എൻ്റെ ആഹാ. പത്മയുടെ വക. ബാ, താങ്ക് യു സർ. അനന്തു, ഞാനും തന്നെ പോലെ ഒരു എത്തിസ്റ്റായോ എന്നൊരു സംശയം.